ബൂത്തുകൾ ഇങ്ങനെ വിജനമായി കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലം മണ്ഡലത്തിലെ ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെടുപ്പ് റിപ്പോർട്ട് ചെയ്യുകയാണ് AK സ്റ്റെഫിൻ. ഇതാ അപ്രതീക്ഷിതമായി ചില വോട്ടർമാർ സ്റ്റെഫിന്റെ മുന്നിൽ. കുടുംബവും ഇത് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ, ഇത് പപ്പ, സഹോദരൻ, സഹോദരി, കുഞ്ഞമ്മ എല്ലാവരും ഉണ്ട്. ഇനി കോഴിക്കോട്ടേക്കാണ്. അവിടെ വോട്ടർ എത്തിയത് കല്യാണപ്പന്തലിൽ നിന്ന്. കീഴുമാട് സ്വദേശിനി ഹരിത രാമനാഥ് വോട്ട് കഴിഞ്ഞ് നേരെ കതിർ മണ്ഡപത്തിലേക്ക്. നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വോട്ട് ചെയ്തിട്ട് എന്തായാലും പോവാം. നേരത്തെ തീരുമാനിച്ചതാണോ കല്യാണം? അതെ, ഒരു വർഷമായി തീരുമാനിച്ചിട്ട്. സമാന സംഭവം തലസ്ഥാനത്തുമുണ്ട്. പക്ഷേ വധൂവരന്മാർ വോട്ട് ചെയ്യാൻ എത്തിയത് വിവാഹ ശേഷമാണ്. അനന്തവും ഗോപികയും ഒരേ ബൂത്തിലെ വോട്ടർമാർ. നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നത്. അപ്പം എന്തായാലും വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ. മഴയായാലും വെയിലായാലും വോട്ടിടുന്ന ദിവസം വോട്ടിടണം. അപ്പം അതിൻ്റെ ഒരു മാതൃകയായിട്ട് നമ്മളൊന്ന് കിട്ടും. വിവാഹ ചടങ്ങും സൽക്കാരവും കഴിഞ്ഞ് പത്തനംതിട്ട തോട്ടുവ സ്വദേശിനി മാലിനിയും വോട്ട് ചെയ്യാനെത്തി. വളരെ അസുലഭമായ ഒരു മുഹൂർത്തമായിരുന്നു ഇന്നത്തെ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മുഹൂർത്തമായിട്ട്. ഇനിയൊരു പ്രതിഷേധ കാഴ്ചയിലേക്കാണ്. കൊല്ലം എഴുകോൺ സ്വദേശി രാജേന്ദ്ര പ്രസാദിനെ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരുന്നത് സ്ത്രീ എന്നാണ്. അതോടെ രാജേന്ദ്ര പ്രസാദ് ബൂത്തിൽ സ്ത്രീ വേഷത്തിലെത്തി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഞാനൊരു സ്ത്രീയാണെന്ന് പറയുന്നു. സ്ത്രീയായിട്ട് ഞാൻ വോട്ട് ചെയ്തു. ഈ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചെയ്തു. ആരും എല്ലാ അഭിപ്രായം പറഞ്ഞു. കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി ജ്യോതിഷ്മതി കഴിഞ്ഞ 7 തവണയായി വോട്ട് രേഖപ്പെടുത്തിയത് ഒന്നാമതായാണ്. ഇത്തവണയും അത് തെറ്റിച്ചില്ല. കോർപ്പറേഷൻ ഇലക്ഷൻ ഉണ്ടാവും, അസംബ്ലിയിലേക്ക് ഉണ്ടാവും, ലോകസഭയിലേക്ക് ഉണ്ടാവും. ഇതെല്ലാം കൂടി ആയിട്ട് ഇന്ന് 7ാമത്തെ ചെയ്യുന്നത്. അടൂരിൽ 80 കഴിഞ്ഞ ദമ്പതികൾ കന്നി വോട്ടർമാരുമായി. എൻ്റെ വോട്ടവകാശത്തിൻ്റെ സമയത്തിന് മുമ്പേ ഞാൻ നാടുവിട്ടതാണ്. നാടുവിട്ടതിന് ശേഷം ഇന്നാണ് അവസരം കിട്ടുന്നത്. പാലക്കാട് കല്ലേക്കാട്ടെ 105 നമ്പർ ബൂത്തിലുമുണ്ടായി ഒരു സ്പെഷ്യൽ കാഴ്ച. പോളിംഗ് പൂർണ്ണമായി നിയന്ത്രിച്ചത് ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്തുന്നതിൽ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷത്തോടു കൂടിയിട്ട് അതിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.